ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 28ാമത്തെ ശ്ലോകമാണ് നോക്കാനുള്ളത്. 28ാമത്തെ ശ്ലോകം. വാസുദേവ പരാവേദ വാസുദേവ പരാമഖ വാസുദേവ പരായോഗ വാസുദേവ പരാക്രിയ. വാസുദേവ പരാവേദ, വാസുദേവനായിക്കൊണ്ടുള്ളതാണ്, വാസുദേവൻ തന്നെ നിറഞ്ഞു നിൽക്കുന്നതാണ്. അങ്ങനെയുള്ള വേദങ്ങൾ അവിടെ മറ്റൊന്നും നമുക്ക് കാണാനാവില്ല. എല്ലാ ഗ്രന്ഥങ്ങളും പഠിച്ചിട്ടും ഒടുവിൽ ഋഷിമാർ എത്തി നിൽക്കുന്നത് ആ വേദങ്ങളിലാണ്. ആ വേദങ്ങളിൽ നിന്നും അത്രയും അറിവ് നേടിയിട്ടും അപൂർണമായിട്ട് എന്തോ ഒന്ന് നിൽക്കുന്നു എന്ന് തോന്നി ആ പൂർണ്ണതയിലേക്ക് നടന്നെടുക്കുന്നത് ആ വേദങ്ങളിലാണ്. ഏതൊന്നിലാണോ സാക്ഷാത്തായിട്ട് ആ ഈശ്വരനെ വർണ്ണിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്, എന്താണ് ഈശ്വരൻ എന്ന് പൂർണ്ണമായും ബോധ്യപ്പെടുത്തി തരുന്നത്, ആ പൂർണ്ണമായ അറിവിനെ സമ്മാനിക്കുന്ന വേദങ്ങൾ. വാസുദേവ പരാമഖ, മഖം എന്നാൽ യാഗങ്ങൾ. വാസുദേവ പരാമഖ, എല്ലാ യാഗങ്ങളും ആ വാസുദേവൻ്റെ പ്രീതിക്കായിക്കൊണ്ടാണ്. അവിടെ നിറഞ്ഞു നിൽക്കുന്ന ആ യാഗത്തിലുടനീളം നിറഞ്ഞു നിൽക്കുന്നത് വാസുദേവനാണ്. നമ്മൾ വരാഹാവതാരത്തിൽ വരുമ്പം കാണാം, യാഗത്തിന് ഉപയോഗിക്കുന്ന ഓരോ ഉപാധികളും നെയ്യെടുക്കുന്ന ചെറിയൊരു പാത്രം മുതൽക്ക് എല്ലാം വാസുദേവനാണ്. വാസുദേവൻ്റെ ഓരോരോ അംഗങ്ങളായിട്ടാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഓരോ യാഗങ്ങളും പൂർണ്ണമായും വാസുദേവ സ്വരൂപം തന്നെയാണ്. വാസുദേവ പരായോഗ, ഓരോ യോഗങ്ങളും അത് കർമ്മയോഗമാകട്ടെ, ഭക്തിയോഗമാകട്ടെ, ജ്ഞാനയോഗമാകട്ടെ, ഏത് യോഗമാണെങ്കിലും ആത്യന്തികമായി അത് വാസുദേവ പര. അവിടെ ഈ നിറഞ്ഞു നിൽക്കുന്നത് ആ യോഗം വന്നു കഴിഞ്ഞാൽ, ആ യോഗാവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ, വാസുദേവൻ മാത്രം. വാസുദേവ പരാക്രിയ, ക്രിയ എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ, നമ്മുടെ എല്ലാ കർമ്മങ്ങളും വാസുദേവ പര, ആ വാസുദേവനായിക്കൊണ്ട്, ആ വാസുദേവ ഭഗവാന്റെ പ്രീതിക്കായിക്കൊണ്ടുള്ളതാകണം എല്ലാ കർമ്മങ്ങളും. അത് സകാമകർമ്മമായാലും, ഒരർത്ഥത്തിൽ നോക്കിയാൽ നമ്മുടെ സകാമകർമ്മങ്ങളും വാസുദേവന്റെ പ്രീതിക്കായിക്കൊണ്ടാണ്. നമ്മൾ ലാഭേച്ഛയോടുകൂടി ഭഗവാനെ ആരാധിക്കുമ്പോഴും നമ്മൾ എന്താ പറയുന്നത്? ഭഗവാനെ അവിടുന്ന് സംപ്രീതനാകണമേ, എന്നിട്ട് എനിക്കിതൊക്കെ സാധിച്ചു തരണമേ എന്ന് പറഞ്ഞാൽ അവിടെയും ആ കർമ്മവും നമ്മൾ സമർപ്പിക്കുന്നത് വാസുദേവന്റെ പ്രീതിക്കായിക്കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ കർമ്മങ്ങളും ഭഗവാന്റെ സമർപ്പണമായി, ഭഗവാനുള്ള സമർപ്പണമായി മാറണം. പിന്നെയോ വാസുദേവ, അടുത്ത ശ്ലോകം നമ്മൾ അതിലേക്ക് വരാം. അപ്പോൾ ഇവിടെ 4 കാര്യങ്ങളാണ് പറഞ്ഞത്. വേദങ്ങൾ, യാഗങ്ങൾ, യോഗങ്ങൾ, കർമ്മങ്ങൾ, 4ഉം വാസുദേവ പര, വാസുദേവനായിക്കൊണ്ടാവണം. ഇനി അടുത്ത ശ്ലോകം കൂടി നമുക്ക് നോക്കാം. 29ാമത്തെ ശ്ലോകം. വാസുദേവ പരം ജ്ഞാനം വാസുദേവ പരം തപ വാസുദേവ പരോ ധർമ്മോ വാസുദേവ പരാഗതി. വാസുദേവ പരം ജ്ഞാനം, ജ്ഞാനം എന്നാൽ അറിവ്. ആ പരമമായ അറിവ്, യാതൊരറിവ് നേടിയാലാണോ മറ്റെല്ലാ അറിവുകളുടെയും അപൂർണത, കുറവ് നികന്നു കിട്ടുന്നത്, ആ അറിവ്, ആ ജ്ഞാനം, അത് വാസുദേവനെ കുറിച്ചുള്ളതാണ്. അവിടെ മാത്രമേ അതിനപ്പുറം ഒന്നുമില്ലാതെ ഒരു നിറഞ്ഞ പ്രീതി ഉള്ളിലുണ്ടാവുകയുള്ളൂ, നിർവൃതി ഉള്ളിലുണ്ടാവുകയുള്ളൂ. ബാക്കി എല്ലാം നമ്മൾ അറിയുമ്പോഴും, ബാക്കി എല്ലാ അറിവുകളും നേടുമ്പോഴും
അത് അനുനിമിഷം അത് മാറിക്കൊണ്ടിരിക്കുന്നു, വളർന്നുകൊണ്ടിരിക്കുന്നു, ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ശാസ്ത്രം തന്നെ എടുത്താൽ ഇന്ന് പറയുന്ന ശാസ്ത്രത്തിലെ പല അറിവുകളും നാളെ തെറ്റാണെന്ന് സമർത്ഥിക്കപ്പെടുന്നുണ്ട്. മറ്റു പല പുതിയ അറിവുകളും ശാസ്ത്രജ്ഞന്മാർ അനുനിമിഷം റിസർച്ചസ് നടത്തി കണ്ടുപിടിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. അപ്പോൾ പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ശാസ്ത്രങ്ങൾക്ക് മാറ്റം വരുന്നുണ്ട്. എന്നാൽ എന്നും നിത്യവും മാറാത്തതായിട്ട് പരമമായിട്ടുള്ള ഒരൊറ്റ അറിവേയുള്ളൂ, അത് ആ വാസുദേവനെ കുറിച്ചുള്ളതാണ്. വാസുദേവ പരം, പരമമായ അറിവ് എന്ന് പറയുന്നത് ഈ ആധ്യാത്മികമായ അറിവൊന്ന് മാത്രമാണ്. അത് കാലം എത്ര മുന്നോട്ട് പോയാലും അതിന് മാറ്റമൊന്നും സംഭവിക്കുവാൻ പോകുന്നില്ല. ബാക്കി എല്ലാ അറിവുകൾക്കും കാലാനുസൃതമായി മാറ്റങ്ങൾ വരുന്നത് ഇന്ന് ഉണ്ടായ നേടിയ അറിവുകൾ നാളെ അപര്യാപ്തമാണ് എന്ന് തോന്നുന്നിടത്താണ് അതിൻ്റെ പുറത്ത് കൂടുതൽ ഗവേഷണങ്ങൾ നടക്കുന്നതും മാറ്റങ്ങൾ വരുന്നതും. അങ്ങനെ വീണ്ടും അതിനെ അപ്പോഴത്തെ കുറവ് നികത്തി പൂർണ്ണതയിൽ എത്തിക്കാൻ ശ്രമിക്കും. വീണ്ടും കാലം പോകെ വീണ്ടും അതിൽ അപൂർണത അറിയപ്പെടുന്നു, മനസ്സിലാക്കുന്നു, വീണ്ടും അതിൽ മാറ്റങ്ങൾ വരുന്നു. എത്രയോ യുഗങ്ങൾക്ക് മുൻപേ പറയപ്പെട്ടിട്ടുള്ള, രചിക്കപ്പെട്ടിട്ടുള്ള ഈ വേദങ്ങൾ, ഈ അറിവുകൾ, ആത്മീയമായ അറിവുകൾ, ഇതൊന്നും കാലങ്ങൾക്ക് ഇപ്പുറവും എത്രയോ യുഗങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, എത്രയോ മന്വന്തരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഇന്നും അത് മാറ്റം കൂടാതെ നിൽക്കുന്നത് അത് നിത്യയുക്തമായിട്ടുള്ളതാണ്, പരമമായിട്ടുള്ളതാണ്, മാറ്റത്തിന് അതീതമാണ്. അങ്ങനെയുള്ള ആ ചൈതന്യത്തെക്കുറിച്ചുള്ള അറിവ്. പിന്നെയോ വാസുദേവ പരം തപഃ. തപഃ എന്നാൽ തപസ്. എല്ലാ തപസ്സുകളും വാസുദേവനായിക്കൊണ്ടാകുന്നു. നമ്മുടെ തപസ് എന്ന് പറയുമ്പോൾ സന്യാസിമാർ പണ്ട് കൊടുങ്കാടുകളിൽ പോയി മനസ്സിനെ ഏകാഗ്രമാക്കി ചെയ്യുന്നതും തപസ്സാണ്. ഇന്ന് ഒരു നാമം ജപിക്കുമ്പോൾ അതിലേക്ക് മനസ്സിനെ ഏകാഗ്രമാക്കാൻ കഴിഞ്ഞാൽ, ആ ഭഗവത് രൂപത്തിലേക്ക് ഏകാഗ്രമാക്കിക്കൊണ്ട് ആ നാമം ജപിക്കുവാൻ കഴിഞ്ഞാൽ അതും തപസ്സാണ്. കാരണം ഈ കലിയുഗത്തിൽ മനസ്സിൽ ഡിസ്ട്രാക്ഷൻസ് ധാരാളമാണ്. അതിനെ എപ്പോഴും ഓരോ നമ്മുടെ ഇന്ദ്രിയങ്ങളുമൊക്കെ പലതിലേക്ക് പിടിച്ചു വലിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിന് നടുവിലിരുന്നിട്ട് ആ ഭഗവത് രൂപത്തിലേക്ക് മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് ഒരു നാമമെങ്കിലും ജപിക്കുവാൻ കഴിഞ്ഞാൽ അതും തപസ്സാണ്. അതും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മചൈതന്യത്തെ അനുഭവിക്കുവാൻ, ആ ഒരു നിമിഷത്തേക്കെങ്കിലും ആ നിർവൃതിയിൽ അലിയുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതും വാസുദേവ പരം. പിന്നെയോ വാസുദേവ പരോ ധർമ്മോ. നമ്മുടെ ധർമ്മങ്ങൾ, ധർമ്മശാസ്ത്രം അനുശാസിക്കുന്ന ധർമ്മങ്ങളൊക്കെയും അതും വാസുദേവനായിക്കൊണ്ടുള്ളതാണ്. അതായത് ധർമ്മവും അധർമ്മവും എന്ന് പറയുന്നത്, നമ്മൾ ഓരോ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് വാങ്ങിക്കുമ്പോൾ അതിൽ ഡൂസ് ആൻഡ് ഡോൺട്സ് ഉണ്ടാവും അല്ലേ? അത് തന്നെയാണ് ധർമ്മവും അധർമ്മവും. മനുഷ്യനായി അല്ലെങ്കിൽ ഓരോ ജീവിക്കും സൃഷ്ടിക്കപ്പെട്ട ഓരോ ജീവനും അതിൻ്റെ രൂപത്തിനും ഭാവത്തിനും അനുസരിച്ച്, ഇപ്പോൾ മനുഷ്യൻ്റെ ധർമ്മമല്ല പട്ടിയുടേത്, പട്ടിയുടെ ധർമ്മമല്ല പൂച്ചയുടേത്. അപ്പോൾ അതിനനുസരിച്ച് ധർമാധർമ്മങ്ങളിൽ വ്യതിയാനമുണ്ടാകാം. പക്ഷേ നമ്മളൊരു മനുഷ്യനായിരുന്നു കൊണ്ട് എന്ത് ചെയ്യാം എന്ത് ചെയ്യരുത് എന്ന് നല്ല ബോധ്യത്തോടു കൂടി നമുക്ക് ജീവിക്കുവാൻ കഴിയണമെങ്കിൽ ആ ഈശ്വരനിലുള്ള ഒരു സമർപ്പണ ബുദ്ധി ഉണ്ടാകണം. അപ്പോഴേ നമുക്ക് അരുതായ്മയിൽ നിന്നും മനസ്സിനെ പിന്തിരിപ്പിക്കുവാൻ കഴിയും. അവിടെയാണ് ധർമ്മശാസ്ത്രത്തിൻ്റെ പ്രസക്തി. ധർമ്മം എന്ന് പറയുന്നത് ഭഗവത് പ്രീതിക്കായിക്കൊണ്ട് നമുക്ക് എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യാമോ അതൊക്കെ ചെയ്യുകയും
ഭഗവത് പ്രീതിക്ക് വിരുദ്ധമാകാവുന്ന കർമ്മങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതാണ് ധർമാധർമ്മ വിവേചന ബുദ്ധി. അപ്പോൾ അതും സത്യത്തിൽ നമ്മൾ ചെയ്യുന്നത് ധർമ്മമായി ചെയ്യുന്നതും ഭഗവത് പ്രീതിക്കായിക്കൊണ്ടാകണം. അടുത്തത് വാസുദേവ പരാഗതി. വാസുദേവ പരാഗതി എന്ന് പറഞ്ഞാൽ ആ വാസുദേവനിലേക്ക് ആത്യന്തികമായിട്ട് പോയി ലയിക്കുവാൻ കിട്ടുന്ന ഒരു അവസരം. ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിച്ചാൽ ഒടുവിൽ സർവവും നമ്മുടെ ഈ ജീവിത പ്രയാണത്തിൽ ഉടനീളം വാസുദേവൻ നിറഞ്ഞു നിൽക്കുകയായിരുന്നുവെങ്കിൽ ഒടുവിൽ ലയിക്കുന്നതും ആ വാസുദേവനിൽ തന്നെയാണ്. അപ്പോൾ ആ പരമമായ ഗതിയെ പ്രാപിക്കുക എന്ന് പറയുന്നതും നമ്മുടെ ഈ ജീവിതയാത്രയുടെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യം എന്താണെന്ന് ആദ്യമേ മനസ്സിലാക്കിയാൽ ജീവിതയാത്രയിലെ ഓരോ നിമിഷവും ആ വാസുദേവനായിക്കൊണ്ട് ജീവിക്കുവാൻ കഴിയും. അങ്ങനെ വന്നാൽ, ധർമ്മത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുവാൻ കഴിഞ്ഞാൽ, അരുതായ്മകളിൽ നിന്ന് മനസ്സിനെ പോലും നമുക്ക് പിടിച്ചു നിർത്തുവാൻ കഴിഞ്ഞാൽ, ഓരോ നിമിഷവും ഭഗവാനിങ്കൽ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തുവാൻ കഴിഞ്ഞാൽ, അങ്ങനെ ഒരു തപസ്സിന്റെ മാർഗത്തിലൂടെ ചരിക്കുവാൻ കഴിഞ്ഞാൽ ഉറപ്പാണ് ലയവും ആ വാസുദേവനിൽ തന്നെയായിരിക്കും. ഇങ്ങനെ വേദങ്ങൾ, യാഗങ്ങൾ, യോഗങ്ങൾ, കർമ്മങ്ങൾ, അതുപോലെ ജ്ഞാനശാസ്ത്രം, തപസ്, ധർമ്മശാസ്ത്രം, ഒടുവിൽ ആ പരമഗതിയെയും, ഇവയെല്ലാം നമ്മളിതൊക്കെ അറിയുന്നതും ഈ വഴിയിലൂടെ ചരിക്കുന്നതും ആ വാസുദേവന്റെ പരമമായ തത്വത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, ഇനിയൊരു തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇതാണ് ശരിയായിട്ടുള്ളത്, ഇതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം, ആത്യന്തികമായി വാസുദേവനെ പ്രാപിക്കുന്നതിനുള്ള മാർഗങ്ങൾ ഇതാണ്, ഉപായങ്ങൾ ഇതാണ്, ഇങ്ങനെ ഈ ഒരു മുഖ്യമായ ഉദ്ദേശ്യത്തോടു കൂടി നമ്മുടെ ജീവിതത്തെ ഓരോ നിമിഷവും ഏർപ്പെടുത്തുവാൻ കഴിഞ്ഞാൽ ധന്യമാകും ജീവിതം. അപ്പോൾ അവിടെ അതിനുള്ള മാർഗങ്ങൾ, ഭഗവാനിലേക്ക് എങ്ങനെ ഒടുവിൽ ചെന്ന് വിലയം പ്രാപിക്കാം, അതിനുള്ള ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. പടിപടിയായിട്ട് ഉയരണം. അതിനാണ് ആദ്യമേ വേദങ്ങൾ എന്ന് പറഞ്ഞത്. എന്താണോ അറിയേണ്ടത് അത് അങ്ങനെയൊന്നാണ് നമ്മൾ പരമമായി അറിയേണ്ടത് എന്ന് ആദ്യമേ പറഞ്ഞു വെച്ചു. അറിഞ്ഞതിന് ശേഷം വേണം നമ്മൾ അതിലേക്കുള്ള മാർഗങ്ങൾ ഏതൊക്കെയാണ്, ഏതൊക്കെ വഴികളിലൂടെ സഞ്ചരിച്ചാൽ അവിടെ എത്തിച്ചേരാനാകുമെന്ന് തിരിച്ചറിയുന്നത്. അപ്പോൾ ആ പരമമായ അറിവ് നേടിക്കഴിഞ്ഞാൽ അതിനുള്ള മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഓരോ നിമിഷവും നമുക്കതൊന്നു മാത്രമായിരിക്കും ഉള്ളിൽ നിറഞ്ഞു നിൽക്കുക. നമുക്കറിയേണ്ടത് അവിടെയാണ്, ആ വാസുദേവനെ കുറിച്ചാണ് അറിയേണ്ടത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ വിദേശത്തു നിന്നുമൊക്കെ നാട്ടിലേക്ക് തിരിക്കുമ്പോൾ ഇവിടെ നിന്നും നമുക്കറിയാം എയർപോർട്ടിൽ എത്തുന്നതിന് മുൻപേ നമ്മൾ ആ ഒരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ മുതൽക്കേ, അങ്ങനെ ഒരു കാര്യം നാട്ടിൽ പോകുന്നതെന്ന് ഉറപ്പിക്കുന്ന നിമിഷം മുതൽ മനസ്സ് നിറയുന്നത് നാട്, നമ്മുടെ പ്രിയപ്പെട്ടവരെ, ഈ ചിന്തയിൽ മനസ്സങ്ങനെ സദാ നമ്മളെല്ലാ കർമ്മങ്ങളും ചെയ്യുമ്പോഴും മനസ്സവിടെ എത്തുന്നത് പോലെ പരമമായ ലക്ഷ്യം വാസുദേവനിൽ ലയിക്കുകയാണ് എന്ന ആ സത്യത്തെ അറിയുവാൻ, ആ വേദങ്ങളിലേക്ക് എത്തിച്ചേരുവാനുള്ള പ്രയാണത്തിൽ മനസ്സ് മുഴുവൻ നിറഞ്ഞു നിൽക്കുക എവിടെയാണ്? ആ വാസുദേവനിലായിരിക്കും. നമുക്ക് ഈ ലൗകികമായ ജീവിതത്തിൽ പോലും നമ്മുടെ പ്രിയപ്പെട്ടതെന്ന് കരുതി നമ്മൾ വെക്കുന്നവരോട് മനസ്സ് ഇത്രയും കൂടുതൽ എളുപ്പം ഓടിയെത്തുന്നുണ്ടെങ്കിൽ, അവിടേക്കുള്ള നമ്മുടെ പ്രയാണമാണ്, നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് എന്നൊരു ചിന്ത വരുമ്പോൾ മനസ്സ് അവിടെ ഓടിയെത്തുന്നുണ്ടെങ്കിൽ, ഈ ലോകത്തെ മുഴുവൻ മോഹിപ്പിക്കുന്നതായിട്ടുള്ള ആ ഭഗവത് സ്വരൂപത്തിലേക്കാണ് നമ്മൾ എത്തേണ്ടത്, അല്ലെങ്കിൽ പോകാൻ പോകുന്നതെന്ന് അറിയുമ്പോൾ മനസ്സ് പൂർണ്ണമായിട്ടും ആ രൂപത്തിൽ അങ്ങനെ തങ്ങി നിൽക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ആദ്യമേ വേദങ്ങൾ എന്ന് പറഞ്ഞത്. അറിയണം, എന്താണ് നമ്മുടെ ലക്ഷ്യം എന്നറിയണം. അവിടേക്കാണ്, അതാണ് അറിയേണ്ടത് എന്നറിയുക. കാരണം ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും ഓരോ നിമിഷവും ഓരോരോ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്, മനസ്സിലാക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്, പഠിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പിറന്നു ഭൂമിയിലേക്ക് വീഴുന്ന ആ നിമിഷം മുതൽ
തൻ്റെ ചുറ്റിനുമുള്ള ഓരോന്നിനെയും കണ്ണുകളിലൂടെയും കാതുകളിലൂടെയും മറ്റിന്ദ്രിയങ്ങളിലൂടെയും അറിഞ്ഞും പഠിച്ചും മുന്നേറുന്ന ഒരു ജീവന് ആത്യന്തികമായി എന്താണോ അറിയേണ്ടത്, എന്താണോ പഠിക്കേണ്ടതെന്ന് തുടക്കത്തിലെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ലക്ഷ്യത്തിലേക്ക് എത്തുക എളുപ്പമാകും. ഒടുവിൽ പരമമായ ആ ഗതിയെ, ഭഗവാനിലേക്ക് എത്തിച്ചേരുക, ഭഗവാനിൽ വന്ന് ലയിക്കുക, അവിടെ നിന്നാണ് യാത്ര തുടങ്ങിയത് എന്ന് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ആ അവസാനത്തെ ആ ലയനം, ഭഗവാനുമായി ഒന്നു ചേരുന്ന അവസ്ഥ, ആ പാദങ്ങളിൽ വീണില്ലാതെയാവുന്ന അവസ്ഥ, ആ മാധുര്യം നുകരുവാൻ ഭഗവത് കൃപയുണ്ടാവുക തന്നെ ചെയ്യും. വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ് എങ്ങനെ വാസുദേവനിൽ എത്തിച്ചേരാം, ലയിക്കാം, പരമമായ ഗതിയെ പ്രാപിക്കാമെന്ന് ഈ 2 ശ്ലോകങ്ങളിലൂടെ വ്യാസഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നു. നമുക്ക് ആ 2 ശ്ലോകങ്ങൾ ഒന്നുകൂടി നോക്കാം. വാസുദേവ പരാവേദ വാസുദേവ പരാമഖ വാസുദേവ പരായോഗ വാസുദേവ പരാക്രിയ. ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇവിടെ മഖാ, ക്രിയ, വാസുദേവ പരാ, ഇവിടെയൊക്കെ ദീർഘവും വിസർഗവുമുണ്ട്. അപ്പോൾ അകാരം നീട്ടിയെടുക്കുകയും വേണം, പകുതി ഹകാരത്തിൽ വായിക്കുകയും വേണം. അടുത്തത് 29ാമത്തെ ശ്ലോകം. വാസുദേവ പരം ജ്ഞാനം വാസുദേവ പരം തപ വാസുദേവ പരോ ധർമ്മോ വാസുദേവ പരാഗതി. ഇവിടെയും തപ, ഗതി രണ്ടിടത്ത് വിസർഗമുണ്ട്. വായിക്കുമ്പോൾ പകുതി ഹകാരത്തിൽ വായിക്കുക. പൊതുവെ വായിക്കുവാൻ എളുപ്പമുള്ള 2 ശ്ലോകങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള തത്വത്തെ അറിയുന്നതിൽ അല്പം ഒന്ന് നമ്മൾ മനസ്സ് കേന്ദ്രീകരിച്ചാൽ മതിയാകും. ബാക്കി വായിക്കുന്നതിൽ പ്രയാസമുള്ളതല്ല. ഇനി അടുത്തത് 30ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.